ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീനോസ് വ്ളോഗ്. എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ വക അഡ്വാൻസ് ഓണം വിഷസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്കുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാനിപ്പോൾ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് എൻ്റെ മുഖം വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാം. ഞാനിവിടെ Mamaearthൻ്റെ മോയ്സ്ചറൈസറാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. മോയ്സ്ചറൈസർ ഇടുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആകാൻ വെക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ മേക്കപ്പ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് സെറ്റ് ആവില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഹെവൻ്റെ പ്രൈമറാണ്. പ്രൈമർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോർസ് ആൻഡ് സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പ്രൈമർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതാ ഞാനിവിടെ ക്വിർക്കിയുടെ ലിക്വിഡ് ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കഴുത്തിനും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മുടെ സാരിയൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ മുഖത്തിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ കളർ ഒരു വേരിയേഷൻ വരും. അപ്പോൾ കഴുത്തിൽ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത് അല്ല. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൈ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു കൺസീലർ യൂസ് ചെയ്തിട്ട് എൻ്റെ കുറച്ച് ഇവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട് ഉണ്ട്, അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. കൺസീലർ ഒരു ഡാർക്ക് സ്പോട്ടുള്ള എടുക്കുക. ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ചെറിയ ഡാർക്ക് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കൺസീലർ യൂസ് ചെയ്തിട്ട് അത് ഹൈഡ് ചെയ്യാൻ പറ്റും. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡർ യൂസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തതായി ഒരു കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഫേസസ് കാനഡയുടെ കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ കഴുത്തിലും കൂടി കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഐബ്രോസ് ഞാൻ കൂടുതലായിട്ടൊന്നും അങ്ങ് ഫില്ല് ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഐബ്രോസ് അത്യാവശ്യം കുറച്ചൊരു ഡാർക്കാണ്. അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് ഫില്ലാക്കുന്നില്ല. ജസ്റ്റ് ഒരു ലൈന് മാത്രം കൊടുക്കുന്നേ ഉള്ളൂ. ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഐ മേക്കപ്പ് ഞാൻ ജസ്റ്റ് ഒരു കണ്ണ് എഴുതിയിട്ട് ജസ്റ്റ് ഒരു ഐ ഷാഡോ മാത്രമേ കൊടുക്കുന്നുള്ളൂ. വലിയ ഐ മേക്കപ്പ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു കണ്ണ് എഴുതിയിട്ട് ഒന്ന് ഐ ഷാഡോ കൊടുക്കുന്നു. കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫേസസ് കാനഡയുടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ചെറിയ ഔട്ട്ലൈനേ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചൊരു ഐ ഷാഡോ കൊടുക്കാം. വളരെ ലൈറ്റായിട്ടേ കൊടുക്കുന്നുള്ളൂ. ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാനിത് ഈ ഒരു കളറാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു കളർ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് കൊടുക്കാം. ലിപ്സ്റ്റിക്കിന് നമ്മൾ ആദ്യം ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നിങ്ങൾ ലിപ് ബാം യൂസ് ചെയ്തിട്ട് മാത്രമേ ലിപ്സ്റ്റിക്ക് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഡ്രൈ ലിപ്സ് ഉള്ളവർ ലിപ് ബാം യൂസ് ചെയ്തിട്ട് മാത്രമേ ലിപ്സ്റ്റിക്ക് ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ കളർബാറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു കളറാണ്. നമ്മുടെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊരു പൊട്ട് വെക്കണം, ഒരു ചന്ദനക്കുറിയും ഒരു കുങ്കുമവും. അത്രയും വെച്ചാൽ നമ്മുടെ ഫേസ് മേക്കപ്പ് ഏകദേശം റെഡിയായി. അപ്പോൾ ഞാനൊരു പൊട്ട് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഓണം ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ഓണം വിഷസ് നേരെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.